20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. JSSന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടുകൂടി നടപ്പാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി 3 വർഷം കൊണ്ട് 375 ആദിവാസി കുടുംബങ്ങൾക്ക് ചുരുങ്ങിയത് പ്രതിവർഷം 2 ലക്ഷം രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടപ്പാക്കുന്ന പദ്ധതിയുടെ വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേർന്നു. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വികസിത ഭാരത് വികസിത അഭിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ട്രൈബൽ മേഖലയിൽ നബാർഡിൻ്റെ സഹായത്തോടു കൂടി TDF ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് അടുത്ത 4 വർഷം കൊണ്ട് 5 വർഷത്തിനുള്ളിൽ എല്ലാ ഇതിൽ ആയ അംഗങ്ങളെ അഥവാ 1400 പേര് 375 കുടുംബം അവരെ 2 ലക്ഷം ഉറുപ്പികയെങ്കിലും മിനിമം വരുമാനമുള്ളവരാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിവിധ 18 കോളനികളിലെ നമ്മുടെ ഈ ഇതിനുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവർക്ക് ക്ലാസ് കൊടുക്കുകയാണ്. 1.5 വർഷമായി തുടങ്ങിയിട്ട് പലതും ആടുകൾ കൊടുത്തിട്ടും കൃഷി ചെയ്യിച്ചിട്ടും മറ്റ് പല കാര്യങ്ങളിൽ അവരുടെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് അടുത്ത 4 വർഷം കൊണ്ട് അത് 2 ലക്ഷം ഉറുപ്പിക തുടർച്ചയായി കൺസിസ്റ്റൻ്റ് അല്ല, ഒരു സമയം ഉണ്ടാക്കാനല്ല, എല്ലാ സമയത്തും മറ്റാരുടെയും ഔദാര്യമില്ലാതെ തന്നെ അവർ സ്വയം ജീവിക്കാനുള്ളൊരു ചുറ്റുപാടുണ്ടാക്കുക. അപ്പം അതിൻ്റെ പ്രയത്നത്തിലാണ് JSS. നബാർഡിന്റെ സഹായത്തോടു കൂടിയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട കരുളായി ഗ്രാമപഞ്ചായത്തിലെ കൊട്ടുപാറ ആദിവാസി കോളനിയിൽ വെച്ചാണ് യോഗം ചേർന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട 17 ആദിവാസി ഊരുകളിലാണ് പദ്ധതി പുരോഗമിക്കുന്നത്. ഊരുകളിൽ നിലവിൽ നടപ്പാക്കിയ ആട് വളർത്തൽ, പച്ചക്കറി കൃഷി, ഔഷധ സസ്യകൃഷി, തേനീച്ച വളർത്തൽ തുടങ്ങിയവയുടെ പുരോഗതിയാണ് യോഗത്തിൽ വിലയിരുത്തുന്നത്. 17 ഊരുകളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കൊട്ടുപാറയിൽ നിലവിൽ വൃത്തിഹീനമായ ചുറ്റുപാട് വൃത്തിയാക്കാനായി ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കാനും പഠനം മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് തിരിച്ച് സ്കൂളിലേക്ക് പോകുവാനുള്ള സംവിധാനം ചെയ്യാനും തീരുമാനിച്ചു. നബാർഡ് ജില്ലാ മാനേജർ A. മുഹമ്മദ് റിയാസ്, JSS ഡയറക്ടർ V. ഉമ്മർകോയ, ശകുന്തള, നിഖിൽ, K. ദീപ, P. സുനിൽ, രമ്യ, വിനുരാജ്, വസന്ത തുടങ്ങിയവർ സംസാരിച്ചു. N4 ന്യൂസ്, കരുളായി. Indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.